ലൈഫിൽ ആകെ ഒരു ബോറടിയാണ്. എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്തെങ്കിലും അഡ്വഞ്ചറസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം. ഈ ലൈഫിൽ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് വേണ്ടടാ. ചേട്ടാ, എനിക്കൊരു ഐഡിയ ഉണ്ട്. എന്താ? നമുക്ക് പ്രാങ്ക് ചെയ്താലോ? റാസ്കൾ, എന്നെ പ്രാങ്ക് ചെയ്യുന്നാണോ നീ പറഞ്ഞത്? ചേട്ടാ, ഞാൻ നിങ്ങളെ പ്രാങ്ക് ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞത്. ഞാൻ പബ്ലിക്കിന്റെ കാര്യമാണ് പറഞ്ഞത്. പബ്ലിക്കിന്റെ അടുത്ത്. ശരിയാടാ, നിന്റെ ഐഡിയ കൊള്ളാം കേട്ടോ. നീ അറിഞ്ഞ മേലെ മാടത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. നീ അറിഞ്ഞ മേലെ മാടത്ത്. അയ്യോ, രക്ഷിക്കണേ. നീ അറിഞ്ഞ മേലെ മാടത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. നീ അറിഞ്ഞ നല്ല സുന്ദരിയാണല്ലോ. ഞാനെപ്പോഴും സുന്ദരിയാണ്. അതല്ല, ഡ്രസ് വളരെ നല്ലതാണ്. വേറൊന്നും പറയാനില്ലേ? എന്നാ നീ തന്നെ പറ, നിന്നെ പറ്റി ഞാനിപ്പോ എന്താ പറയേണ്ടതെന്ന്. അങ്ങനെയാണ്. എന്നെ എന്റെ കണ്ണിൽ നോക്കി എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറ. ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട. ഞാൻ ഒരു തമാശക്ക് ചെയ്തതല്ലേ. നോക്ക്, അവിടെ ഞങ്ങളുടെ ക്യാമറ ഉണ്ടോ? അങ്ങോട്ട് നോക്ക്, നോക്കൂ. മനുഷ്യനെ പീഡിപ്പിക്കുന്നു. നിന്നെ കണ്ടല്ലോ. അയ്യോ, നല്ലൊരു കുത്തായിരിക്കും. അടിക്കല്ലേ, അയ്യോ, അടിക്കല്ലേ, അയ്യോ, എടാ വാടാ, രക്ഷിക്കണം, അയ്യോ, അടിക്കല്ലേ, കൊല്ലും ഞങ്ങള്. ഞാൻ പ്രാങ്ക് ചെയ്താണ്, അടിക്കല്ലേ, അയ്യോ, അയ്യോ. അതെ ചേച്ചി, ഞങ്ങൾ വെറുതെ പ്രാങ്ക് ചെയ്തതാ. ഇവന്റെ കൂടെ നീയുണ്ടല്ലേ? ആഹാ, ഇന്ന് നിന്നെ അയ്യോ, അയ്യോ, നടുപോയത്. അവന്റെ ഒരു ക്യാമറ. അല്ലല്ലേ. അയ്യോ, അയ്യോ, സോറി, പ്ലീസ് ഞങ്ങളെ വിട്ടേക്ക്. അയ്യോ, സോറി. അമ്മേ. അയ്യോ, 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 എന്റെ നടുവൊക്കെ തല്ലി ഓടിച്ചല്ലോടാ. അയ്യോ, നിൽക്കാൻ പറ്റില്ലേ കേട്ടോ. അമ്മേ, അവരെന്നെ എല്ലാ സ്ഥലത്തും കേറി അടിച്ചടാ. ഒരു സ്ഥലവും ഇനി ബാക്കിയില്ലടാ. അയ്യോ, ശരീരത്തിലെ എല്ലാ എല്ലും ഒരു തല്ലി ഓടിച്ചടാ. അയ്യോ ചേട്ടാ, ലാസ്റ്റ് നമ്മളെ തന്നെ പ്രാങ്ക് ചെയ്തല്ലോ. എല്ലാം നിന്റെ ഐഡിയ ആയിരുന്നില്ലടാ, തെണ്ടി, വിവരമില്ലാത്തവൻ. അയ്യോ, വരൂ, സാധനങ്ങൾ വാങ്ങിക്കോളൂ. ചോട്ടുവിന്റെ സാധനങ്ങൾ വാങ്ങിക്കോളൂ. എല്ലാവരും വരൂ, സാധനങ്ങൾ വാങ്ങിക്കോളൂ. എല്ലാ തരത്തിലുള്ള സാധനങ്ങളുണ്ട്. കഴിക്കാനുള്ള സാധനങ്ങളുണ്ട്, കുടിക്കാനുള്ള സാധനങ്ങളുണ്ട്, എല്ലാത്തരം സാധനങ്ങളുണ്ട്. സാധനങ്ങൾ വാങ്ങിക്കാൻ വരൂ, എല്ലാവരും വരൂ. ചോട്ടുവിന്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ വരൂ. വീട് വൃത്തിയാക്കുന്ന സാധനങ്ങളുണ്ട്, എല്ലാത്തരം സാധനങ്ങളുണ്ട്. ചോട്ടുവിന്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ വരൂ. വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളുണ്ട്, എല്ലാവരും വരൂ. ഈ ചോട്ടുവിന്റെ കടയിൽ എല്ലാവിധ സാധനങ്ങളുണ്ട്, എല്ലാവരും വാങ്ങിക്കാൻ വന്നോളൂ. എല്ലാവരും വരൂ. ഇതെന്തോ കാലത്ത് മുതൽ ഒന്നും വിറ്റുപോയില്ലല്ലോ. ഒരു കസ്റ്റമർ വരുന്നുണ്ട്. ഏതെങ്കിലും സാധനങ്ങൾ വിറ്റു പോവുമല്ലോ.
വരൂ സാധനങ്ങൾ മേടിക്കാൻ വരൂ. ചോട്ട് വിൽക്കുന്ന സാധനങ്ങൾ മേടിക്കാൻ വരൂ. എല്ലാവരും വരൂ, എല്ലാവരും വന്നോളൂ. അതെ മോനെ, എന്താ വേണ്ടേ? ഇതിനെത്ര വില? അതിന് 100 രൂപയുള്ളൂ. ഇതിന് 90 അതില് വില 90 എഴുതിയിട്ടേ ഉള്ളൂ. പക്ഷെ വില 100 രൂപയാ. 10 രൂപ പോക്കറ്റിലാക്കിയല്ലേ? ഇതോ? അത് 200 രൂപ. അപ്പൊ ഇതോ? അത് 24 രൂപ. ഇത്? എടാ അത് താഴെ വെച്ചേ. ഇത് നോക്കി, നിനക്ക് ഇതിന്ന് ഏതാ വേണ്ടേ? അതാദ്യം നീ ഒന്ന് പറഞ്ഞേ. അത് ഒന്നും മനസ്സിലാവുന്നില്ല, ഏതാ എടുക്കേണ്ടെന്ന് ഒരു കൺഫ്യൂഷൻ. നിന്റെ മുഖം ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. നിന്റെ മുഖത്ത് ഫസ്റ്റ് ക്ലാസ് ആയിട്ട് ഞാൻ ഒരെണ്ണം തരാം. ഇവിടെ വാ. അയ്യോ, എന്തിനാ ഇപ്പൊ അടിച്ച്? പോടാ. എടാ നിന്നെ ഞാനിന്ന് പോടാ. അല്ലെങ്കിലേ കാലത്ത് മുതൽ ഒന്നും വിറ്റിട്ടില്ല. അതിന്റെ ഇടയിൽ കൂടെ ഓരോ പൊട്ടം കസ്റ്റമർ വന്ന് കയറിക്കോളും. അവന്റെ ഒരു വില ചോദിക്കല്. എല്ലാവരും സാധനങ്ങൾ മേടിക്കാൻ വരൂ, ഇങ്ങോട്ട് വന്നോളൂ. എന്റെ ദൈവമേ, ഫോറിനർ ഇങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നത്. അതെ ഇങ്ങോട്ട് തന്നെയാ വരുന്നത്. How much? ഇത് എണ്ണ ഇങ്ങനെ ഇളക്കി ചേർത്തിട്ട് നമ്മൾ കഴിക്കില്ലേ, ആ സാധനമാ. How much this? ഇത് കഴിക്കുന്ന സാധനം തന്നെയാ, കഴിക്കുന്ന. How much this? ഇതും ആ ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുന്നൊരു സാധനമാ. ഇത് നിങ്ങൾക്ക് ആവശ്യമൊന്നും വരില്ല. I want this. അല്ല, ഇത് നിങ്ങൾക്കുള്ള സാധനമല്ലെന്ന്. How much? അല്ല ചോട്ടു, ഇവന് ഇത് തന്നെ വേണമെന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പൊ എന്താ ചെയ്യ? കാലത്ത് മുതലാണെങ്കിൽ ഒന്നും പോയിട്ടുമില്ല. അവനിത് വിറ്റേക്കാം. ശരി, ടേക്ക് ദിസ്. How much? 300 രൂപ. Okay, take 500 rupees. Give me. ദാ. Wow. Thank you so much, brother. Thank you. താങ്ക് യു. വെൽക്കം. അല്ല ചോട്ടു, 300 രൂപയുടെ സാധനം 500 രൂപയ്ക്ക് വിറ്റല്ലേ? നമ്മുടെ ലൈഫ് അങ്ങനെ സെറ്റായി. ശരി, ഇതുപോലെ 2-3 ആളുകൾ കയറി രക്ഷപ്പെട്ടില്ലേ? വരൂ, സാധനങ്ങൾ മേടിക്കൂ. ചോട്ടു വിൽക്കുന്ന സാധനങ്ങൾ മേടിക്കൂ. വീട്ടിലേക്ക്. എന്ത് വേണം ചേട്ടാ? അല്ല പറയട്ടെ, എന്താ വേണ്ടേ? ഹലോ. അതെന്തോ അരി? ഇയാളെന്ത് പറയുന്നത്? ഇനിയിപ്പോ എന്നെ ചീത്ത പറയാണ്. എന്താ ചേട്ടാ? അയ്യോ, എന്താ ചേട്ടാ? അരിയുണ്ടോ? അരി? ഇവരെന്നെ ശരിക്കും ചീത്ത പറയാന്ന് തോന്നുന്നു. എടാ, ഈ പറഞ്ഞൊക്കെ നിന്റെ വീട്ടിലുള്ള അമ്മയും അച്ഛനും അനിയത്തിയൊക്കെ പോയി വിളിക്കടാ. അയ്യോ ചേട്ടാ, അരിയുണ്ടോ? അരി? ഇവനിത് എന്ത് തേങ്ങയായി പറയുന്നത്? എന്താടാ നീ? അരിയുണ്ടോ? അരിയുണ്ടോ? അരി? നീ എന്താ പറഞ്ഞേ? നിന്റെ തല. എന്ത്? ആരടവൻ? അരിയുണ്ടോ? അരിന്ന്. ഈ ഡബ്ബയിലൊക്കെ ഇടുന്ന അരിയില്ല, അരി. അതുതാ അരി കഴിക്കാൻ. നീ എന്ത് കഴിക്കുന്ന പറഞ്ഞേ? ഈ കട നിന്റേതാണോ? അതെ. ഈ സാധനങ്ങളോ നിന്റേതാണോ? അപ്പൊ നിനക്ക് അരി എന്താന്ന് അറിയില്ല? അല്ല, അരിക്കണ സാധനമൊന്നും എൻ്റെ കയ്യിലില്ല. അല്ല, ഈ ടവലൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത്, ചെറുത്. ഇങ്ങോട്ട് വന്നേ. എന്താ? ഇങ്ങോട്ട് വാ. നിക്ക്. ചപ്പാത്തി ഇല്ലേ? ചപ്പാത്തി. 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 അതിന്റെ കൂടെ തന്നെ അരിയില്ലേ? അതിന്റെ കൂടെയുള്ള കറിയാണോ? എന്നെന്താ കളിയാക്കുകയാണോ? അല്ല മോനെ, എന്താ വേണ്ട പറ. എനിക്ക് വേണ്ടത് അരി. എടാ, നീ എന്തായിരിക്കുന്ന കാര്യം പറയുന്നേ? ഒരു കാര്യം ചെയ്യാം. ഇത് എനിക്ക്
അവിടെ എന്താ നോക്കിയേ? അങ്ങോട്ട് നോക്ക്. ഇവനെ കാണുന്നില്ല. ഇവൻ ഇതെവിടെ പോയി? അല്ലെങ്കിൽ ഈ കാലത്ത് പോലും കച്ചവടം നടന്നിട്ടില്ല. ആകെ 500 രൂപയ്ക്ക് കച്ചവടം നടന്നിട്ടുള്ളൂ. അതിൽ ഇവനാണെങ്കിൽ പകുതി കട്ടോണ്ടും പോയല്ലോ. അത് പോട്ടെ കേട്ടോ, നീ കച്ചവടത്തിൽ ശ്രദ്ധിക്ക്. വരൂ, സാധനങ്ങൾ മേടിച്ചോളൂ. എല്ലാവരും വരൂ. ചോട്ടുവിന്റെ സാധനങ്ങൾ മേടിച്ചോളൂ. എല്ലാവരും ഇങ്ങോട്ട് വരൂ. വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കൂ. എല്ലാവരും വരൂ, എല്ലാവരും വരൂ. ഏട്ടാ അരിയുണ്ടോ? പോടാ അവിടുന്ന്, പോടാ. അരിയുണ്ടോ? അരി വെറുതെ ഇരിക്കടാ. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തായാലും എപ്പിസോഡിന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യണം. നല്ല നല്ല കമന്റ്സും എഴുതണം. അത് മാത്രമല്ല, മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.